എപ്പിസോഡിന്റെ തുടക്കത്തിൽ നമ്മൾ കാണുന്നത് നമ്മുടെ ബെല്ലിയുടെ കുട്ടിക്കാലമാണ്. ആ ഒരു ടൈമിൽ ബെല്ലി ഡാൻസ് ചെയ്യാൻ വേണ്ടി നോക്കുകയാണ്, പക്ഷെ അവളെ കൊണ്ട് പറ്റുന്നില്ല. അപ്പുറത്തെ സൈഡിൽ സ്റ്റീവനും കോണറും ജെർമിയും ചെസ് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ നമ്മുടെ ബെല്ലി ഇങ്ങനെ നടന്ന് കഷ്ടപ്പെടുന്നുണ്ട്. നമ്മുടെ കോണർ അങ്ങോട്ടേക്ക് വരുന്നു. എടാ ഇത് തീർത്തിട്ട് പോ എന്നൊക്കെ രണ്ടുപേര് പറയുന്നുണ്ട്. പക്ഷെ അവൻ പറയുന്നു ഞാൻ പിന്നീട് വന്ന് തീർത്തോളാം, ഞാൻ ഇപ്പൊ ബെല്ലിക്ക് കുറച്ച് ഡാൻസ് സ്റ്റെപ്സ് പഠിപ്പിച്ചിട്ട് വരാം എന്നൊക്കെ പറഞ്ഞ് കോണർ ബെല്ലിയുടെ അടുത്തോട്ടേക്ക് പോകുന്നു. അങ്ങനെ കുറച്ച് ഡാൻസ് ടിപ്സും കാര്യങ്ങളെല്ലാം നമ്മുടെ ബെല്ലിയെ കോണർ പഠിപ്പിക്കുന്നുണ്ട്. അങ്ങനെ പിന്നീട് പ്രസന്റ് കാണിക്കുന്നു. നമ്മുടെ ബെല്ലി ഡെബോളിന് വേണ്ടി പ്രാക്ടീസ് ചെയ്യണമല്ലോ ആ ഒരു ഡാൻസ് എല്ലാം. സോ അവിടെ ബെല്ലി ഒറ്റയ്ക്ക് നിൽക്കുകയാണ്. അവളുടെ എസ്കോർട്ടായിട്ട് ക്യാമിന്റെ അടുത്ത് വരാമെന്ന് അവൾ ഇതുവരെയും ചോദിച്ചിട്ടില്ല. ഇന്നലെ കോണറിനെ ജസ്റ്റ് കിസ് ചെയ്യാനൊക്കെ പോയല്ലോ. സോ ഇനി ക്യാമിനെ വിളിക്കണോ വിളിക്കണ്ടായോ എന്നൊക്കെ വിചാരിച്ച് എസ്കോർട്ടായിട്ട് അവനെ വിളിച്ചിട്ടില്ല ഇവള്. അവിടെ നമ്മുടെ ശൈലിയും സ്റ്റീവനും ഉണ്ടായിരുന്നു. അതിനുശേഷം അവരുടെ എല്ലാവരുടെയും മെന്റർ ആ ഒരു രീതിയിലുള്ള ഡാൻസ് പഠിപ്പിക്കുന്ന ടീച്ചറിനെ അങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നു. എന്നിട്ട് ആ ഒരു ടീച്ചർ അവർക്ക് ആ ഒരു ഡാൻസിന്റെ സ്റ്റെപ്പും പിന്നീട് പാട്ടും ചേഞ്ച് ചെയ്ത് മാറ്റുന്നുണ്ട്. ആ ഒരു ഡാൻസിന്റെ സ്റ്റെപ്പും പിന്നീട് പാട്ടും വെക്കുന്നു. അപ്പോഴേക്കും നമ്മുടെ ബെല്ലിക്ക് എസ്കോർട്ട് ഇല്ലെന്ന് മനസ്സിലാക്കി നിക്കോള് വന്ന് പറയുന്നു അവളുടെ അടുത്ത്, നീ ക്യാമിന്റെ അടുത്ത് ഇതുവരെയും ചോദിച്ചില്ലേ എന്നൊക്കെ. ഇല്ല എന്ന് അവളും പറയുന്നു. ഓക്കെ, തൽക്കാലത്തേക്ക് ഞാൻ ഇപ്പം നിന്റെ എസ്കോർട്ടായിട്ട് നിൽക്കാം എന്ന് നിക്കോള് ഇവളുടെ അടുത്ത് പറഞ്ഞിട്ട് ഇവളെ ആ ഒരു കുറച്ച് ഡാൻസ് സ്റ്റെപ്സ് എല്ലാം നിക്കോള് പഠിപ്പിച്ചു കൊടുക്കുന്നു. കാരണം നിക്കോള് കഴിഞ്ഞ വർഷം കോണറിന്റെ കൂടെ ഈ ഒരു ഡെബ് ബോളിന് പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. സ്റ്റിൽ നിക്കോള് നമ്മുടെ ബെല്ലിയുടെ അടുത്ത് കോണറിനെ കുറിച്ച് ചോദിക്കുന്നുണ്ട്. കോണർ എന്റെ കാര്യം എന്തെങ്കിലും സംസാരിക്കാറുണ്ടോ അങ്ങനെയൊക്കെ. അപ്പോഴേക്കും ബെല്ലി പറയുന്നു അത് നിന്റെ കാര്യം എപ്പോഴും സംസാരിക്കും എന്നൊക്കെ ബെല്ലി പറയുന്നു. കാരണം ബെല്ലിക്ക് ഇവളുടെ ആ ഒരു മൈൻഡിലെ കോണറിനെ കൊണ്ടുള്ള സന്തോഷം തകർക്കാൻ വേണ്ടി ആഗ്രഹമില്ല. ഈവൻ തോ കോണർ ബെല്ലിയെ കുറിച്ചാണ് കൂടുതലും കെയർ ചെയ്യുന്നത് നിക്കോളിനെ കാട്ടി. പക്ഷെ അവനത് പുറത്ത് എക്സ്പ്രസ് ചെയ്യുന്നില്ല എന്ന് മാത്രം. അങ്ങനെ പിന്നീട് നമ്മുടെ കോണറിനെ കാണിക്കുന്നു. കോണർ ഇതുവരെയും എണ്ണീറ്റിട്ടില്ലായിരുന്നു. ബെല്ലി അവന് ഗുഡ് മോർണിംഗ് എന്നൊക്കെ പറഞ്ഞൊരു മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു. ആ ഒരു വാട്സപ്പ് മെസ്സേജ് അവനെടുത്ത് നോക്കുന്നുണ്ട്. എന്നിട്ട് അവൾ അവളുടെ റൂമിൽ കാണുമെന്ന് വിചാരിച്ച് ബെല്ലിയുടെ റൂമിലോട്ട് ഇവൻ ചെല്ലുന്നു. പക്ഷെ അവളെ അവിടെ ഒന്നും കാണുന്നില്ല. ഇവൻ അറിഞ്ഞിട്ടില്ലായിരുന്നു ബെല്ലി ഡെബോളിന്റെ പ്രാക്ടീസിന് പോയിട്ടുള്ള കാര്യം. എന്നിട്ട് ഇവൻ കിച്ചണിലോട്ട് വരുന്നു. അവിടെ മിക്കുള്ള ആളുകളെ ഒന്നും കാണത്തില്ല. കാരണം നേരത്തേക്ക് ഇവൻ എണ്ണീറ്റ് വരുമ്പോൾ ആകെ ബഹളമായിട്ട് അവിടെ നിൽക്കുമായിരുന്നു. ഇപ്പൊ ഇവിടെ ആരുമില്ല. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് നമ്മുടെ ജെർമിയ വരുന്നുണ്ട്. ജെർമിയയുടെ അടുത്ത് കോണർ ചോദിക്കുന്നു ബെല്ലി സ്റ്റീവനും ഒക്കെ എന്ത് ചെയ്യുന്നത്. ആ ഒരു ടൈമിൽ തന്നെ ആ ഒരു കോഫി പോട്ടിൽ ഇരുന്ന ഫുൾ കോഫിയും നമ്മുടെ കോണർ അവന്റെ ഗ്ലാസ്സിൽ ഒഴിച്ചു തീർത്തിട്ടുണ്ടായിരുന്നു. ആ ഒരു ടൈമിൽ ജെർമി ചോദിക്കുന്നു സീരിയസ്ലി നീ എനിക്ക് ഒരു തുള്ളി പോലും വെച്ചിട്ടില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ കോണർ അവനെടുത്ത കോഫി ഇവന് വേണ്ടി കൊടുക്കുന്നു. എന്നിട്ട് പുതിയൊരു കോഫി കോണർ ഉണ്ടാക്കുന്നുണ്ട്. ആ ഒരു ടൈമിൽ തന്നെ നമ്മുടെ ജെർമിയ രണ്ടുപേരും ഡെബോളിന്റെ പ്രാക്ടീസിന് പോയിട്ടുണ്ട് എന്ന് ഇവന്റെ അടുത്ത് പറയുന്നു. പിന്നീട് ഇന്നലെ നിങ്ങൾ രാത്രിയിൽ രണ്ടുപേരും അവിടെ എന്തുമായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് എന്നൊക്കെ ജെർമിയ ഒന്നും അറിഞ്ഞിട്ടില്ല എന്ന രീതിയിലൊക്കെ ചോദിക്കുന്നു. കോണർ പറയുന്നു ഞങ്ങൾ അവിടെ ഇരുന്ന് സംസാരിച്ചപ്പോഴത്തേക്കും നീ അവിടോട്ട് ഒരു പടക്കം പൊട്ടിച്ചില്ലേ എന്നൊക്കെ ഇവന്റെ അടുത്ത് ചോദിക്കുന്നു. ജെർമിയ വിചാരിച്ചത് കോണർ ഇത് അറിഞ്ഞിട്ടില്ല എന്നാണ്. പിന്നീട് കോണർ വിചാരിക്കുന്നത് കോണറും ബെല്ലിയും കൂടെ കിസ് ചെയ്യാൻ പോയ കാര്യം ഇവനും അറിഞ്ഞിട്ടില്ല എന്നൊക്കെയാണ് കോണറും വിചാരിച്ചു വെച്ചിട്ടുള്ളത്. ജെർമിയ ചോദിക്കുന്നുണ്ട് എനിവേസ് നിങ്ങൾ എന്താണ് അവിടെ സംസാരിച്ചുകൊണ്ടിരുന്നത് എന്നൊക്കെ ചോദിക്കുന്നു. അപ്പോഴേക്കും കോണർ തിരിച്ചു പറയുന്നു എടാ നിനക്കാണെങ്കിൽ നിന്റെ വർക്കിന് പോകണ്ടേ എന്നൊക്കെ. സോറി ഞാൻ ലേറ്റ് ആയി എന്നൊക്കെ പറഞ്ഞ് ജെർമിയ അവന്റെ വർക്കിന് വേണ്ടി പോകുന്നു. അങ്ങനെ കോണർ ആ ഒരു കോഫി ഉണ്ടാക്കി വെച്ചിട്ട് അവൻ അവിടെ നിന്ന് പോകുന്നു. ഉണ്ടാക്കി വെച്ച ബാക്കി കോഫി നമ്മുടെ ലോറൽ എടുത്തിട്ട് സൂസനയുടെ അങ്ങോട്ട് നടക്കുന്നു. ആ ഒരു ടൈമിൽ കോണർ ഹേ ലോറൽ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴേക്കും ലോറൽ വിചാരിക്കുന്നു ഇവന്റെ മൂഡിന് ഇപ്പൊ എന്തോ പറ്റി, ഇവന്റെ മൂഡ് മാറിയോ, ഇവൻ കുറച്ച് സന്തോഷവാനായല്ലോ എന്നൊക്കെ ലോറൽ വിചാരിക്കുന്നു. എന്നിട്ട് ആ ഒരു കോഫിയും കൊണ്ട് ലോറൽ സൂസനയുടെ അടുത്തോട്ട് ചെല്ലുന്നു. സൂസനയും ലോറലും തമ്മിൽ ഇന്നലെ കുറച്ച് ഉടക്കായല്ലോ. സോ ഇന്ന് അത് കോംപ്രമൈസ് ആക്കാൻ വേണ്ടിയാണ് ലോറൽ അങ്ങോട്ടേക്ക് ചെല്ലുന്നത്. സൂസന നിനക്ക് കോഫി വേണോ എന്നൊക്കെ ചോദിക്കുന്നു. സൂസന പറയുന്നു ഞാൻ ഓൾറെഡി ഒരെണ്ണം കുടിച്ചാണ്, പക്ഷേ ഒരെണ്ണം കൂടെ കുടിക്കുന്നതിൽ തെറ്റില്ല എന്നൊക്കെ പറഞ്ഞ് സൂസന ലോറലിന്റെ കയ്യിൽ നിന്ന് കോഫി കുടിക്കുന്നു. അങ്ങനെ രണ്ടുപേരും ഓരോന്നൊക്കെ പറഞ്ഞ് അവർ രണ്ടുപേരും തമ്മിലുള്ള വഴക്ക് കോംപ്രമൈസ് ആക്കുന്നു. എന്നിട്ട് അവിടെ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ ലോറൽ പറയുന്നു ലോറൽ ഇന്നലെ രാത്രി ക്ലീവ്ലൻഡുമായിട്ട് ഇന്റിമേറ്റ് ആയി എന്ന കാര്യം. യോ സീരിയസ്ലി എന്നൊക്കെ സൂസന്ന ലോറലിനോട് ചോദിക്കുന്നുണ്ട്. എന്നിട്ട് രണ്ടുപേരും അവിടെ ഇരുന്ന് ചിരിക്കുന്നു. അങ്ങനെ പിന്നീട് ആ ഒരു ഡെബോൾ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു സ്ഥലം കാണിക്കുന്നു. നമ്മുടെ ബെല്ലി അറിയാതെ നിക്കോളിന്റെ കാലിൽ ചവിട്ടുന്നുണ്ട്. അങ്ങനെ അപ്പോഴേക്കും നമ്മുടെ ജെർമിയ അങ്ങോട്ടേക്ക് വരുന്നു. കുറച്ചു നേരം ഞാൻ ഇവളുടെ എസ്കോർട്ടായിട്ട് നിൽക്കാം എന്നൊക്കെ പറഞ്ഞ് ജെർമിയ ഇവളുടെ എസ്കോർട്ടായിട്ട് നിൽക്കുന്നുണ്ട്. അവിടെ നിൽക്കുന്ന കുറച്ച് ഗേൾസ് തമ്മിൽ ഇങ്ങനെ പറയുന്നുണ്ട് കഴിഞ്ഞ വർഷം ഞാൻ അവനെ എന്റെ എസ്കോർട്ടായിട്ട് വിളിച്ചതാണ്, സോ അവൻ എന്റെ കൂടെ പോലും വന്നില്ല, എന്നിട്ട് എന്ത് കണ്ടിട്ടാണ് ബെല്ലിയുടെ കൂടെ ഇവൻ പോകുന്നത് എന്നൊക്കെ ആ രണ്ടുപേരും ഇങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ ഡാൻസ് കളിച്ച് നമ്മുടെ ജെർമിയ ആ ഒരു സോങ് ചേഞ്ച് ആക്കുന്നു. എന്നിട്ടൊരു പാർട്ടി മ്യൂസിക് വെക്കുകയും അവരെല്ലാവരും ട്രഡീഷണൽ ഡാൻസ് മാറ്റി പാർട്ടി ഡാൻസ് കളിക്കുന്നു. അങ്ങനെ ആ ഒരു കൺട്രി ക്ലബിലോട്ട് നമ്മുടെ കോണർ ബെല്ലിനെ കാണാൻ വേണ്ടി വരുന്നുണ്ട്. അപ്പോൾ തന്നെ ഇവരുടെ എല്ലാവരുടെയും മെന്റർ വന്ന് ആ ഒരു പാട്ട് ചേഞ്ച് ആക്കുകയും ജെർമിയുടെ അടുത്ത് പറയുന്നു എടാ നിനക്ക് പൂളിന്റെ അവിടെ പണിയില്ലേ, നീ അവിടോട്ട് ചെല്ല് എന്നൊക്കെ പറഞ്ഞ് ജെർമിയെ അങ്ങോട്ടേക്ക് പറഞ്ഞു വിടുന്നു. അപ്പോഴേക്കും കോണർ ബെല്ലിനെ കാണാൻ വേണ്ടി അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട്. അപ്പോഴേക്കും അവിടെ നിക്കോളും കൂടെ നിൽക്കുന്നു. ഇവൻ കൈ കാണിക്കുന്ന സമയത്ത് നിക്കോളാണ് കൈ കാണിക്കുന്നത്. പക്ഷേ അവൻ യഥാർത്ഥ
യഥാർത്ഥത്തിൽ കൈ കാണിച്ചത് ബെല്ലിനെയായിരുന്നു. ബെല്ലി ഇവിടെ തെറ്റിദ്ധരിക്കുന്നുണ്ട് നിക്കോളിനെയാണ് അവൻ കൈ കാണിച്ചത് എന്ന്. ഇതൊക്കെ കണ്ടപ്പോഴത്തേക്കും നമ്മുടെ നിക്കോളിന് ഭയങ്കരമായിട്ട് അങ്ങ് സന്തോഷമാവുന്നു. വീട്ടിൽ വരുമ്പോൾ നിന്നെ കാണാം എന്ന് ബെല്ലിയുടെ മൊബൈലിലോട്ട് കോണർ മെസ്സേജ് അയക്കുന്നു. എന്നിട്ട് അവൻ സാധാരണ പോകാറുള്ള ഇന്റേൺ ആയിട്ട് നമ്മുടെ ക്ലീവ്ലൻഡിന്റെ കൂടെ പോകുന്നുണ്ട്. ആ ഒരു സെയിലിങ്ങിന്റെ കാര്യങ്ങളൊക്കെ അങ്ങേർക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി. അങ്ങനെ ഇവരിരുന്ന് സംസാരിക്കുന്ന സമയത്ത് ക്ലീവ്ലൻഡ് പറയുന്നു, ഇന്നലെ ഞാൻ ഒരു പെണ്ണിനെ പരിചയപ്പെട്ടു, ഞങ്ങൾ രണ്ടുപേരും ഇന്റിമേറ്റ് ആയി എന്നൊക്കെ പറയുന്നുണ്ട്. പുള്ളിക്കാരെ കാണാൻ കൊറിയൻ ലുക്കാണ്. ആദ്യമായിട്ടൊക്കെയാണ് ഇവിടെ കാണുന്നത്. അവളും എൻ്റെ കൂടെ ഒരു നോവലിസ്റ്റ് ആണ് എന്നൊക്കെ പറയുന്നു. അപ്പോഴേക്കും കോണറിന് ലോറലാണെന്ന് മനസ്സിലാവുന്നു. ഇന്നലെ രാത്രി തന്നെ ലോറൽ ആരുമായിട്ട് ഇന്റിമേറ്റ് ആയി എന്ന് ബെല്ലി വഴി കോണർ അറിഞ്ഞിട്ടുണ്ട്. അപ്പം പുള്ളിക്കാരനുമായിട്ടാണ് ഇന്റിമേറ്റ് ആയത് എന്ന് അവൻ ഇപ്പോൾ അറിയുന്നു. കോണർ പറയുന്നുണ്ട്, ആ ഒരാള് എൻ്റെ അമ്മയുടെ ബെസ്റ്റ് ഫ്രണ്ട് ആണ്, പുള്ളിക്കാരി ഇപ്പം ഞങ്ങളുടെ വീട്ടിലാണ് താമസിക്കുന്നത് എന്ന് ഇവൻ അങ്ങോട്ട് പറയുന്നു. അപ്പോഴേക്കും ക്ലീവ്ലൻഡിന് മനസ്സിലാവുന്നു ഹോൾ കാര്യങ്ങളെല്ലാം കണക്റ്റഡ് ആണ് എന്ന്. അങ്ങനെ പിന്നീട് നമ്മുടെ സൂസനെയും ലോറലിനെയും കാണിക്കുന്നു. സൂസനെയും ലോറൽ ഓരോന്ന് പറഞ്ഞു അവസാനം സൂസന്ന ഒരു ഡ്രഗിന്റെ ക്യാൻഡി ലോറലിന് കൊടുക്കുന്നുണ്ട്. അത് കുറച്ച് സൂസന്നെയും കഴിക്കുന്നുണ്ട്. അങ്ങനെ രണ്ടുപേരും ഒരു ഗൂസി മോഡിലോട്ട് പോകുന്നു. അപ്പോഴേക്കുമാണ് നമ്മുടെ ബെല്ലി ആ ഒരു പ്രാക്ടീസും കഴിഞ്ഞ് അങ്ങോട്ടേക്ക് വന്നിട്ടുള്ളത്. അങ്ങനെ വന്ന സമയത്ത് അങ്ങോട്ടേക്ക് ക്യാമും വന്നിട്ടുണ്ട്. ക്യാം ഇവളെ ഒരു ബീച്ചിലോട്ട് കൂട്ടിക്കൊണ്ട് പോകുന്നു. അങ്ങനെ ഓരോ കാര്യങ്ങൾ അവളുടെ അടുത്ത് ഇങ്ങനെ സംസാരിച്ചിരിക്കുന്നു. പിന്നീട് അവൻ ഇവൾക്ക് വേണ്ടി ഒരു സ്നാക്കും കൂടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതെല്ലാം കൂടെ ആയപ്പോഴത്തേക്കും നമ്മുടെ ബെല്ലിയുടെ മനസ്സിൽ കുറ്റബോധം കൂടി ഇവിടെ പറയുന്നു, എടാ ഞാനാണെങ്കിൽ നിന്നെ ഇപ്പം ജസ്റ്റ് ഫ്രണ്ടായിട്ടാണ് കാണുന്നത്. നമ്മൾ ആദ്യം കണ്ട സമയത്തൊക്കെ ഒരു എക്സൈറ്റ്മെന്റിന്റെ സമയത്ത് കയറി ഞാൻ എന്നെ കിസ് ചെയ്തതാണ്. പിന്നീട് കുറച്ച് നാൾ കൂടെ നടന്നതൊക്കെ ഒരു ക്യൂരിയോസിറ്റി മൂലമാണ്, അല്ലാതെ വേറെ കാര്യങ്ങളൊന്നും എനിക്ക് നിന്നോടില്ല എന്നൊക്കെ ക്യാമിന്റെ അടുത്ത് ഇവള് പറയുന്നു. ക്യാം ഇവളോട് പറയുന്നു, ഇതിനെ ഏതാണ്ടൊക്കെ പ്രതീക്ഷിച്ചാണ്, കുഴപ്പമില്ല, നമുക്ക് നല്ല ഫ്രണ്ട്സ് ആയിട്ടിരിക്കാം എന്ന് ക്യാം ഇവളോട് പറയുന്നുണ്ട്. നിനക്ക് ജെർമിയാണോ കോണറിനെയാണോ ഇഷ്ടം എന്ന് ചോദിക്കുമ്പോൾ ഇവള് പറയുന്നു, എന്റെ കുട്ടിക്കാലം തൊട്ടേ എനിക്ക് കോണറിനെ കുറച്ച് ഇഷ്ടമാണ്, ജെർമിയെ ഞാൻ ആ ഒരു രീതിയിലൊന്നും കണ്ടിട്ടില്ല എന്നും ഇവള് അവനോട് പറയുന്നു. അങ്ങനെ പിന്നീട് ഒരു കൺട്രി ക്ലബ്ബ് കാണിക്കുന്നു. അവിടെ നമ്മുടെ സ്റ്റീവനെയും കാണിക്കുന്നുണ്ട്. ആ ഒരു കാർഡ്സ് എല്ലാം കളിക്കുന്ന സ്ഥലത്ത് പോയാൽ കുറച്ച് നല്ല ടിപ്പ് കിട്ടുമെന്ന് നേരത്തെ ആഡം പറഞ്ഞില്ലായിരുന്നു, സൂസനയുടെ ഹസ്ബൻഡ്. സോ അതിനെയൊക്കെ തുടർന്ന് ഇവൻ ആ ഒരു കാർഡ്സ് ഒക്കെ കളിക്കുന്ന ആളുകളുടെ ടേബിളിലാണ് സെർവ് ചെയ്യാൻ വേണ്ടി നിൽക്കുന്നത്. അങ്ങനെ ആ ഒരു കാർഡ് കളിക്കുന്ന സമയത്ത് അവിടെ ഇരുന്ന ഒരാള് നീ ഒരു കാർഡ് പ്രെഡിക്റ്റ് ചെയ്യാൻ വേണ്ടി പറയുന്നു. ഇവൻ പ്രെഡിക്റ്റ് ചെയ്തതും കറക്റ്റ് ആയിരുന്നു. അങ്ങനെ അയാള് ആ ഒരു കാർഡ് ഗെയിമിൽ വിൻ ചെയ്യുന്നുണ്ട്. അങ്ങനെ വീട്ടിലോട്ടേക്ക് നമ്മുടെ ബെല്ല് വരുന്നുണ്ട്. അപ്പോഴേക്കും അവിടെ സൈഡിലായിട്ട് ജെർമി കിടക്കുന്നത് കാണും. ജെർമിയുടെ അടുത്ത് ഇവള് ചോദിക്കുന്നുണ്ട്, നീ കോണറിനെ വല്ലതും കണ്ടുവന്ന്? ഇല്ല, അവൻ ഇതുവരെ വന്നിട്ടില്ല എന്ന് ഇവളുടെ അടുത്ത് ഇവൻ പറയുന്നു. നീ എവിടെ പോയിരുന്നു എന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ ക്യാമിന്റെ കൂടെ ഒരു ചെറിയൊരു പിക്നിക്കിന് വേണ്ടി പോയതാണ് എന്നൊക്കെ പറയുന്നു. അവൻ എന്ത് പറയുന്നു എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇവള് പറയുന്നുണ്ട്, ഞങ്ങൾ തമ്മിലുള്ള കാര്യങ്ങളെല്ലാം ഏതാണ്ടൊക്കെ എൻഡാക്കിയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് എന്നൊക്കെ ഇവന്റെ അടുത്ത് ഇവള് പറയുന്നു. പക്ഷേ അതിനെ തുടർന്ന് നിന്റെ മുഖത്ത് വല്ല വിഷമമൊന്നുമില്ലല്ലോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അവൾ മിണ്ടാതെ അവിടെ അങ്ങനെ നിൽക്കുന്നുണ്ട്. ഓക്കെ, നിന്റെ മനസ്സിൽ വിഷമമുണ്ടെങ്കിലും നമ്മുടെ രണ്ടുപേരുടെ അമ്മമാര് ഇപ്പം നല്ല ഹൈ സ്റ്റേജിലാണ് ഇരിക്കുന്നത് എന്ന് പറയുന്നു. രണ്ടുപേരും എനിക്ക് ഇഷ്ടപ്പെട്ട സ്നാക്സ് എല്ലാം തിന്നു തീർത്തുകൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ബെല്ലിയും ജെർമിയും സൂസനെയും ലോറലിനെയും നോക്കുമ്പോൾ ഇവർ അവിടെ ഇരുന്ന സ്നാക്സ് എല്ലാം തിന്നു തീർത്തുകൊണ്ടിരിക്കുകയാണ്. ഇവര് ആ ഒരു ഡ്രഗൊക്കെ കഴിച്ച് ഹൈ ആയിട്ടിരിക്കുകയാണ്. അങ്ങനെ രണ്ടുപേരെയും സൂസനെ ലോറലും കാണുന്നു. സൂസന ജെർമിനെ വിളിച്ചുകൊണ്ട് പോയി, എടാ എനിക്ക് നിന്റെ പടമൊക്കെ വരയ്ക്കണം എന്നൊക്കെ പറഞ്ഞ് അവനെ വിളിച്ചുകൊണ്ട് പോകുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ജെർമിയുടെ ഫോട്ടോ സൂസനെ വരയ്ക്കുന്നു. സൂസന ഡ്രഗിലായതുകൊണ്ട് തന്നെ ഒരു ശോകം ഫോട്ടോയാണ് അവനെ പറ്റി വരച്ചത്. അപ്പോഴേക്കും അത് സൂസനെയും ലോറലും ബെല്ലിയും ജെർമിയും കൂടെ കണ്ടിച്ചിരിക്കുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് നമ്മുടെ സ്റ്റീവനെയും. പിന്നീട് സ്റ്റീവൻ ആ ഒരു കാർഡ്സ് എല്ലാം കളിക്കുന്ന റൂമിലാണ് നിൽക്കുന്നത്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇവനെല്ലാം പ്രെഡിക്റ്റ് ചെയ്യുന്നു ആ ആൾക്ക് തന്നെ വിൻ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നു. അപ്പോഴേക്കും ഇവന്റെ അടുത്ത് പറയുന്നു, നീ ഏതെങ്കിലും ഐവി കോളേജസിൽ അപ്ലൈ ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ. ഐവി കോളേജസ് എന്ന് വെച്ചാൽ അമേരിക്കയിലെ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള കോളേജസ് ആണ്. ലൈക്ക് നമ്മുടെ നാട്ടിലെ IIT NIT ഐസർ എന്നതിന്റെ കൂട്ടൊക്കെ തന്നെ. അപ്പം ഇവൻ പറയുന്നുണ്ട്, ഞാൻ പ്രിൻസ്റ്റണിൽ കൊടുത്തിട്ടുണ്ട്, അതിൽ കിട്ടുമായിരിക്കും എന്നൊക്കെ പറയുന്നു. അപ്പോഴേക്കും അയാൾ പറയുന്നുണ്ട്, എൻ്റെ മക്കളാണെങ്കിൽ എത്ര ശ്രമിച്ചിട്ടും ആ ഒരു സ്കോളർഷിപ്പ് ഒന്നും കിട്ടത്തില്ല, നിങ്ങളുടെ കൂടെ ചൈനീസ് ആയിട്ടുള്ള ആളുകളെല്ലാം അത് തട്ടിയെടുത്തുകൊണ്ട് പോവുകയാണ് എന്നൊക്കെ പറയുന്നു. സോ ആ ഒരു ടൈമിൽ അവൻ്റെ റേസിനെ പറ്റി സംസാരിച്ചുകൊണ്ട് അവൻ അത്ര ഇഷ്ടപ്പെടുന്നില്ല. പക്ഷേ അവൻ ആ ഒരു കാര്യങ്ങളൊന്നും പുറത്തോട്ട് പ്രകടിപ്പിക്കുന്നതുമില്ല. അങ്ങനെ പിന്നീട് നമ്മുടെ ജെർമിയ ഇവളുടെ അടുത്തൊന്ന് പറയുന്നുണ്ട്, ബാ നമുക്ക് സ്വിം ചെയ്യാൻ പോകാമെന്ന്. അപ്പോൾ ഇവള് പറയുന്നു, എനിക്ക് റൂമൊന്ന് ക്ലീൻ ചെയ്യണം, ഞാൻ പിന്നീട് വരാം എന്നൊക്കെ ഇവൻ്റെ അടുത്ത് പറയുന്നു. ഇവൻ്റെ കൂടെ ഇപ്പോൾ ഇവള് പോകാത്തതിൻ്റെ കാരണം ഇനി കുറച്ച് നേരം കഴിയുമ്പോൾ കോർണർ വരും. സോ കോർണർ വരുന്നതിന് മുമ്പ് ചെറുതായിട്ട് മേക്കപ്പും ലിപ്സ്റ്റിക്കും ഒക്കെ അപ്ലൈ ചെയ്യണം. അതുകൊണ്ടാണ് ഇവൾ ഇവിടെ നിൽക്കുന്നത്. അങ്ങനെ പിന്നീട് സൂസനെയും ലോറലും ആ ഒരു ബീച്ചിന്റെ സൈഡിലൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും ഇവർ പണ്ട് ഇവരുടെ കുട്ടിക്കാലത്ത് ഇവിടെ വരുന്ന സമയത്ത് ഇവരൊരു കടയിലൊക്കെ പോകുമായിരുന്നു. സോ ആ ഒരു കട ഇപ്പോഴും ഉള്ളത് ഇവർ കാണുന്നുണ്ട്. ഇവർ രണ്ടുപേരും അങ്ങോട്ടേക്ക് പോകുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് സ്റ്റീവനെയാണ്. സ്റ്റീവൻ അവിടെ ഒരു സൈഡിൽ വെയിറ്ററായിട്ട് നിൽക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് ആ ഒരു കടയുടെ മാനേജർ വരുന്നു. ഇവന്റെ റേസിനെ പറ്റി സംസാരിച്ചതിൽ ഇവൻ അത്ര ഇഷ്ടപ്പെട്ടില്ല എന്ന കാര്യം ആ ഒരു മാനേജറിന് മനസ്സിലാവുന്നുണ്ട്. ആ ഒരു മാനേജർ ഇവന്റെ അടുത്തൊന്ന് പറയുന്നുണ്ട്, അവരൊക്കെ വാപോയ കോടാലിയാണ്, അവരെന്തൊക്കെയാ എപ്പോൾ പറയുന്നതെന്ന് നമുക്ക് തന്നെ അറിയത്തില്ല, അതുകൊണ്ട് അവർ പറയുന്ന ഒരു കാര്യങ്ങളെല്ലാം നമ്മൾ ജസ്റ്റ്
മൈൻഡ് ചെയ്യാതെ വിട്ടുകളാ എന്നൊക്കെ ഇവൻ്റെ അടുത്ത് ഇയാൾ പറയുന്നു. കൂടാതെ തന്നെ അവർ ഇന്നത്തെ രാവിലത്തെ ടിപ്പായിട്ട് തന്നെ $300 ഈ ഒരു ചെറുക്കന് കൊടുത്തിട്ടുള്ളത്. എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ ഒരു 25,000 രൂപയൊക്കെ വരും. അത് അവന് കിട്ടിയപ്പോഴത്തേക്കും ചെറുതായിട്ട് സന്തോഷമാകുന്നുണ്ട്. കാരണം അവന് ക്യാഷിന് നല്ല അത്യാവശ്യമുണ്ടല്ലോ. അങ്ങനെ അങ്ങോട്ടേക്ക് കോർണർ വരുന്നുണ്ട്. കോർണർ വരുമ്പോൾ നമ്മുടെ ജെർമിയുടെ ഫോട്ടോ സൂസനെ വരച്ചു വെച്ചിട്ടുള്ളത് അവൻ കാണുന്നു. അത് കണ്ടപ്പോഴേക്കും നമ്മുടെ കോർണറിന്റെ മൂഡ് ചെറുതായിട്ടൊന്ന് ഓഫ് ആവുന്നുണ്ട്. ആ ഒരു ഫോട്ടോ ഒക്കെ അവൻ തെള്ളി മറിച്ചിടുന്നുണ്ട്. ഈ ഒരു ശബ്ദം നമ്മുടെ ബെല്ലി മുകളിൽ നിന്ന് കേൾക്കുന്നു. ബെല്ലി നോക്കുന്ന സമയത്ത് ഇവൻ ആ ഒരു ഫോട്ടോ നേരെ ചൊവ്വേ എടുത്ത് വെക്കുന്നതാണ് കാണുന്നത്. എന്നിട്ട് ബെല്ലി താഴോട്ടേക്ക് കോർണറിനെ കാണാൻ വേണ്ടി ഇറങ്ങി വരുന്നുണ്ട്. കോർണറിൻ്റെ അടുത്ത് ഇവള് ഇന്നലത്തെ കിസ്സിന്റെ കാര്യമൊക്കെ സംസാരിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ നമ്മൾ ഇന്നലെ കിസ് ചെയ്തോ, നമ്മൾ ഇന്നലെ കിസ് ചെയ്യാൻ പോയോ, എനിക്ക് തോന്നുന്നില്ല, ചിലപ്പം പോയി കാണും എന്നൊക്കെ രീതിയിൽ ഇവൻ സംസാരിക്കുന്നു. പെട്ടെന്ന് എന്താണ് ഇവന്റെ മൂഡിന് പറ്റിയത് എന്നൊക്കെ വിചാരിച്ച് നമ്മുടെ ബെല്ലിയും അവിടെ നിൽക്കുന്നുണ്ട്. സോ കോർണറിൽ നിന്ന് ഈ ഒരു പ്രതികരണം അവൾ പ്രതീക്ഷിച്ചില്ല. അതുകൊണ്ടൊക്കെ തന്നെ അവൾ അവിടെ മാറിയിരുന്ന് ചെറുതായിട്ട് വിഷമിക്കുന്നു. അവൾക്ക് വിഷമം വരുമ്പം അവൾ ടൈലറിനെയാണ് വിളിക്കാറുള്ളത്. അങ്ങനെ ടൈലറിനെ വിളിക്കുന്നു. ടൈലറിൻ്റെ അടുത്ത് ആദ്യം ഒരു കുഴപ്പമില്ലാത്ത രീതിയിൽ സംസാരിക്കുന്നു. പിന്നീട് ടൈലറിന് ഇവളുടെ മുഖം കണ്ടപ്പോഴേ എന്തോ പ്രശ്നമുണ്ട് എന്ന് മനസ്സിലാക്കി ടൈലർ എന്താണ് എന്നൊക്കെ ചോദിക്കുന്നു. ഇവള് പറയുന്നു, നീ ഇപ്പോൾ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഇവള് ഫോൺ കട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ പിന്നീട് നമ്മുടെ സൂസനെയും ലോറലെയും കാണിക്കുന്നു. ഇവര് അങ്ങനെ പോകാറുള്ള ഒരു ഷോപ്പ് ഉണ്ടായിരുന്നല്ലോ. സോ ഒരു ഷോപ്പിൽ ഇരിക്കുകയായിരുന്നു. ഇവർ കുട്ടിക്കാലത്ത് 18 വയസ്സ് തികയുന്നതിന് മുമ്പ് ഈ ഒരു ഷോപ്പിൽ കയറി ഫേക്ക് ഐഡിയ ഒക്കെ കാണിച്ച് ഇവർ ഡ്രിങ്ക്സ് ഒക്കെ മേടിച്ച് കുടിക്കുമായിരുന്നു. സോ ആ ഒരു കാര്യങ്ങളൊക്കെ ഇവർ രണ്ടുപേരും അവിടെ ഇരുന്ന് സംസാരിക്കുന്നു. അങ്ങനെ ഇരുന്ന് സംസാരിക്കുന്ന സമയത്ത് സൂസന്ന അവിടെ ഒരാളെ കാണുന്നു. അയാളോട് പരിചയമാകുന്നു. പിന്നീട് അയാളുമായിട്ടൊക്കെ കിസ് അടിച്ച് അവിടെ നിൽക്കുന്നുണ്ട്. ഇതേ സമയം തന്നെ നമ്മുടെ ലോറലിന് ഒരു മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു ക്ലീവ്ലൻഡിന്റെ ഭാഗത്ത് നിന്ന്. എനിക്ക് എപ്പോഴാണ് നിന്നെ കാണാൻ പറ്റുന്നത് എന്ന്. അപ്പം നമുക്കിന്ന് രാത്രി നോക്കിയാലോ എന്നൊക്കെ പറഞ്ഞ് ലോറൽ അയാൾക്ക് മെസ്സേജ് അയക്കുന്നു. പിന്നീട് ലോറൽ സൂസൻ ഇങ്ങനെ ഹാപ്പി ആയിട്ട് നിൽക്കുന്നതൊക്കെ കണ്ട് ഇവള് ചിരിച്ച് അവിടെ നിൽക്കുന്നുണ്ട്. അങ്ങനെ പിന്നീട് കുറച്ച് സമയമൊക്കെ കഴിഞ്ഞപ്പോൾ സൂസനെ കിസ് ചെയ്ത ആൾ ചോദിക്കുന്നു, നിനക്ക് എൻ്റെ കൂടെ വീട്ടിലെങ്ങാനും വരുന്നോ എന്നൊക്കെ. അപ്പോഴേക്കും സൂസനെ പറയുന്നു, കുഴപ്പമില്ല, ഞാൻ ഇപ്പം തന്നെ ഹാപ്പിയാണ്, നമുക്ക് പിന്നെ കാണാം എന്നൊക്കെ അയാളുടെ അടുത്ത് പറയുന്നു. എന്നിട്ട് അയാൾ അങ്ങോട്ടേക്ക് നടന്നു പോകുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ ക്ലീവ്ലൻഡ് അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ലോറൽ അയാളുടെ സ്കൂട്ടറിലും കയറി പോകുന്നു. സൂസന്ന അവളുടെ ഊബറിൽ വീട്ടിലോട്ട് പോകുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ലോറലും ക്ലീവ്ലൻഡും ആണെങ്കിൽ ആ ഒരു നദി തടാകത്തിൽ ഇറങ്ങി അവർ രണ്ടുപേരും ഇന്റിമേറ്റ് ആകുന്നു. പിന്നീട് നമ്മുടെ സൂസന വീട്ടിലെത്തിയിട്ട് അവൾ സ്റ്റെയർ കേസ് ഒക്കെ കയറാൻ വേണ്ടി ശ്രമിക്കുന്നു. പക്ഷേ സൂസനയ്ക്ക് കയറാൻ വേണ്ടി കുറച്ച് ബുദ്ധിമുട്ട് വരുന്നു. അപ്പോഴേക്കുമാണ് അങ്ങോട്ടേക്ക് കോർണർ വന്നത്. കോർണർ നമ്മുടെ സൂസനെ പിടിച്ച് മുകളിലോട്ട് കയറ്റുന്നുണ്ട്. അങ്ങനെ പിന്നീട് നമ്മൾ കാണുന്നത് നമ്മുടെ ബെല്ലി രാത്രിയിൽ ആ ഒരു പൂളിൽ സ്വിം ചെയ്യുന്നതാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ആ ഒരു പൂളിലോട്ട് നമ്മുടെ ജെർമിയും കൂടെ വരുന്നുണ്ട്. എൻ്റെ ജെർമിയ ബെല്ലിയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്, നീ ക്യാമോട്ട് ബ്രേക്കപ്പ് ചെയ്തതിൽ നിനക്ക് വിഷമമുണ്ടോ എന്നൊക്കെ. ഹേയ്, അങ്ങനൊന്നുമില്ല, അതായിരുന്നു കറക്റ്റായിട്ട് ചെയ്യേണ്ട കാര്യം എന്നൊക്കെ ബെല്ലി ഇവനോട് പറയുന്നു. ഇവൻ പിന്നീട് അവളുടെ അടുത്ത് പറയുന്നുണ്ട്, നീ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നു, പക്ഷേ പലപ്പോഴും എനിക്ക് നിന്നെ ബെസ്റ്റ് ഫ്രണ്ട് എന്ന രീതിയെക്കാട്ടി ഉപരിയുള്ള ഒരു സ്ഥാനത്ത് കാണേണ്ടതായിട്ട് വന്നിട്ടുണ്ട് എന്നൊക്കെ ജെർമിയ ഇവളോട് പറയുന്നു. നീ എന്തുകൊണ്ട് ഈ കാര്യങ്ങളൊന്നും നേരത്തെ എന്നോട് പറഞ്ഞിട്ടില്ല എന്നൊക്കെ ഇവനോട് ചോദിക്കുന്നുണ്ട്. ഇവൻ പറയുന്നു, കഴിഞ്ഞ എല്ലാ സമ്മറിലും നീ കോർണറിൻ്റെ കൂടെ ആയിരുന്നു, പിന്നീട് ഇപ്പം നീ ക്യാമിൻ്റെ കൂടെ. സോ ഞാൻ വിചാരിക്കുന്നത് ഞാൻ വെയിറ്റ് ചെയ്യുകയാണ് എന്നൊക്കെയാണ് ജെർമിയ ഇവളോട് പറയുന്നു. ഇൻഡയറക്റ്റായിട്ട് ഇവൻ പറയുന്നത് ഇവന് ഇവളെ ഇഷ്ടമാണ് എന്നാണ്. അങ്ങനെ രണ്ടുപേരുടെ ഇടയ്ക്കും ചെറിയൊരു സൈലൻസ് വരുന്നുണ്ട്. നമ്മുടെ ബെല്ലി മനസ്സിലാലോചിക്കുകയായിരുന്നു. ബെല്ലി ജനിച്ചപ്പോൾ തൊട്ടേ സൂസനെ പറയുന്നത് സൂസനയുടെ 2 മക്കളിൽ ഒരാൾക്കായിരിക്കും ഇവള് എന്നൊക്കെ. ഇവൾ ഇത്രയും നാൾ വിചാരിച്ചത് അത് ചിലപ്പം കോർണർ ആയിരിക്കും എന്നൊക്കെയാണ്. പക്ഷേ ചിലപ്പോൾ അത് ജെർമി ആയിക്കൂടെ എന്നൊക്കെ ഇവള് വിചാരിക്കുന്നു. അങ്ങനെ രണ്ടുപേരും പതുക്കെ തന്നെ അടുത്തോട്ടേക്ക് വന്ന് ഇവർ രണ്ടുപേരും കിസ് അടിക്കുന്നു. സോ ഈ ഒരു എൻഡിങ് കാണിച്ച് ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു.